Hello guys, welcome back to another video of Jithu Joji Family Kitchen. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തോ നമുക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ടാണ് ഏതാണെന്നുള്ളതെന്ന് കാണാം. അപ്പോൾ കിച്ചണിലെ തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഓടി വീഡിയോയിലോട്ട് പോവാം. ഓക്കേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കിച്ചണിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഇന്ന് എന്താണ് സ്പെഷ്യൽ പപ്പ ഉണ്ടാക്കി തരണേന്ന് നമുക്ക് നോക്കാം. പപ്പ അവിടെ തിരക്കാറ്റിരിക്കണം. നമുക്ക് പോവാം വീഡിയോയിലോട്ട്. പപ്പ ഇന്ന് എന്തോ ഉണ്ടാക്കാൻ പോണോ നമുക്ക് ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി? അല്ല, നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കാൻ ഓണമല്ലേ, അപ്പൊ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കുന്ന നോക്കാം. പുളിശ്ശേരി, ഓണ പുളിശ്ശേരി, കല്യാണ പുളിശ്ശേരി. ഇതൊന്ന് സാധാരണ മാങ്ങ പുളിശ്ശേരി ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്? ഇതൊന്ന് പൈനാപ്പിളൊക്കെ നമ്മളെ പുളിശ്ശേരിയുടെ പ്രത്യേകത നമ്മളിതിന്റെ എല്ലാ ഫ്ലേവറും വരും. ഇത് മാത്രം വേണമെങ്കിൽ വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കാം, ഇത് മാത്രം വേണമെങ്കിൽ വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കാം, ഇത് ഏത്തമ്പഴം വെച്ച് വേണമെങ്കിൽ മാത്രം പുളിശ്ശേരി ഉണ്ടാക്കാം, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ചുമ്മാ ഇത് ഇങ്ങോട്ട് നോക്ക നീ. എനിക്ക് ഉണ്ടാക്കി പഠിക്കണം. സമയമല്ല കേട്ടോ, നിനക്ക് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉണ്ടാക്കി പഠിക്കണം എനിക്ക് ഉണ്ടാക്കി പഠിക്കണം. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോ നിങ്ങളും പഠിക്കണം. ഈ പുളിശ്ശേരിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അതായിരിക്കുന്നത്. തേങ്ങ, പച്ചമുളക്, തൊണ്ടമുളക് എന്ന് പറയും, മറ്റേ വിനോദിനിയുടെ മണ്ടമുളക്, പിന്നെ ഇത് ഇളമായി, പിന്നെ ഇത് പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ പഴുത്ത പൈനാപ്പിളിനെക്കാളും പഴുത്ത് നല്ല മൂത്ത് വരുന്ന, പഴുക്കാതെ മൂത്ത പൈനാപ്പിളാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതിന്റെ കളർ ആവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പുളിപ്പും മധുരവും നമുക്ക് കറക്റ്റായി കിട്ടും. പിന്നെ ഇത് പാൽച്ചേമ്പ്, ഇത് പുളിശ്ശേരി കട്ടി കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ സീക്രട്ട് ഐറ്റംസ്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെച്ചോണം കണ്ട. തൈര്, കറിവേപ്പില, മഞ്ഞള്, ഉലുവപ്പൊടി, ജീരകം, ഇഞ്ചി, ഇതൊക്കെ ഇത്രയും മതി. കാരണം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലേവർ അങ്ങ് പോകും. ചെറിയ കളറിനും ഇതിന് മാത്രമല്ല, ചെറിയ ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്. നമ്മൾ ഇതും തൈരുമാണ് ഇതിന്റെ ഹൈലൈറ്റ് വെക്കേണ്ട. തൈരും ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പുളിശ്ശേരി അടിപൊളിയായിരിക്കും. കുറച്ചെല്ലാം തിരക്കാണെന്ന് അറിയാം, പക്ഷെ നമ്മളെ പ്രേക്ഷകർക്ക് നല്ല വീഡിയോ കാണിച്ചു കൊടുക്കുമല്ലോ. നല്ല രീതി. അപ്പൊ ഓണം വരെയാണ്. അപ്പൊ അവർക്കും വീട്ടിൽ ഇതെല്ലാം ഉണ്ടാക്കി പഠിച്ച പിള്ളേർക്ക് ഇതുവരെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുന്ന കണ്ടായിരുന്നു, മീൻകറി ഉണ്ടാക്കുന്ന കണ്ടു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുളിശ്ശേരിയാണ്. പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ ഉണ്ടാക്കി കാണിക്കാം. നിങ്ങൾ കണ്ടു പഠിക്കണം. അറിയുന്നവരായിരിക്കും എങ്കിലും ഞങ്ങൾ ഉണ്ടാക്കുന്നതും നിങ്ങളൊന്ന് കണ്ടു നോക്കണം. വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഇത് ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ പച്ചക്കറിയെല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പീസാക്കണം. ഇത് പീസാക്കി ഇത് നമ്മൾ വേവിക്കാൻ ഇട്ട ശേഷം അതിനുശേഷം നമ്മൾ ഫ്രൂട്ട്സ് ഐറ്റങ്ങളെല്ലാം കട്ട് ചെയ്യണത്. ഫ്രൂട്ട്സ് ഐറ്റം രണ്ടാമത് നമ്മൾ ചേർക്കുള്ളൂ. ആദ്യം നമ്മൾ ഈ പച്ചക്കറി വേവിക്കണം. അപ്പോൾ നമുക്കിതിനെ പീസാക്കാം. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്യാം. അഞ്ചോ വാടാ, ഇതിനെ വന്ന് കട്ട് ചെയ്യണം. ഓടി ഇതാണ് പുളിശ്ശേരിയുടെ മെയിൻ സാധനം. പുളിശ്ശേരിക്ക് നല്ല കട്ടിയും കൊഴുപ്പും കിട്ടണമെങ്കിൽ ഇത് ചേർക്കണം. ചിലപ്പോൾ എല്ലാം കട്ട് ചെയ്ത് നമുക്കിതിനെ ഇനി വാഷ് ചെയ്യണം ആദ്യം കേട്ടോ. വാഷ് ചെയ്ത് കൊണ്ടുവരണേ. ഇതെല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കഴുകി നല്ല പക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ വേവിക്കാൻ പോകണം. ഇത് വേവിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഒരു തുള്ളി എണ്ണയോ അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കില്ല. ഇതിന്റെ വെള്ളത്തിലാണ് ഇത് വേവാൻ. അപ്പൊ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ വെച്ച് വേവിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സാമ്പാറിൽ കുറച്ച് എണ്ണ ഒഴിച്ചാണ് വേവിച്ചു. ഇതിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പുളിശ്ശേരിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൈര് ചേർക്കുന്നതുകൊണ്ട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണ ആ ഫ്ലേവറെ മുമ്പോട്ട് ചെയ്യുള്ളൂ. അത് നമ്മൾ ആ പുളിശ്ശേരിയുടെ കറക്റ്റ് ഫ്ലേവർ കിട്ടൂല. അപ്പൊ ഇതിൽ മാക്സിമം എണ്ണ ഉറക്കണം പുളിശ്ശേരിയിൽ. അപ്പൊ നമ്മൾ ആ പീസെല്ലാം തട്ടി ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ഇതിന് ഈ ആവിയിലിരുന്ന് അങ്ങ് വേവണം. അത് നമുക്കിതിനെ അടച്ചു വയ്ക്കാം. പിന്നെ ഈ ഫ്ലെയിം ഉണ്ടല്ലോ, ഇന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ആവി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പൊ ഈ ആവിയിൽ ഇതിരുന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇനി രണ്ട് സാധനമുണ്ട്, പൈനാപ്പിളും ഏത്തപ്പഴം. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. വാ.
என்ன ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യും. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പൈനാപ്പിളും പഴവും. ഈ പൈനാപ്പിളും പഴവും കൂടെ നമ്മൾ മിക്സി കൊടുത്തിട്ട് അടിച്ച് വാങ്ങിക്കാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് പീസ് ഇട്ടിട്ട് 10 മിനിറ്റ് ആയി. ഇത് നമുക്ക് ഇനി വെന്തോന്നൊന്ന് നോക്കാം. ഏകദേശം 3/4 പരുവം വെന്ത് കഴിഞ്ഞിട്ടോ. പീസൊക്കെ നല്ല വെന്ത് വരുന്നുണ്ടോ. കുക്കറിൽ വെച്ചാൽ നമുക്കൊരു 10 മിനിറ്റ് മതി മൊത്തം. ഇതൊരു 15 മിനിറ്റ് ആവും. 5 മിനിറ്റ് കൂടെ നടച്ചു വയ്ക്കാം. എന്നിട്ട് മറ്റുള്ള പണികൾ നമുക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള പണികളൊക്കെ അങ്ങ് ചെയ്യാം. പപ്പ പുളിശ്ശേരി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പൊ ഞാനിന്ന് മീൻകറി ഞാനിങ്ങ് ഏറ്റെടുത്തു. അപ്പൊ ഇതിന്റെ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലില് കഴിഞ്ഞ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. ഇത് അടിപൊളി മീൻകറിയാണ്. ഇന്നൊരു കേരാച്ചൂരയാണ് നമ്മളിന്ന് ഈ അടുപ്പത്ത് നിന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നത്. കേരാച്ചൂരയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നാടൻ ചൂരയാണ് കാണിച്ചത്. ഇന്ന് നമുക്ക് കേരച്ചൂരയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് പുളിശ്ശേരി കാണാം. പീസെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടല്ലോ. നല്ല സൂപ്പറായിട്ട് പീസെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിൽ അടുത്ത പരിപാടി ചെയ്യാനുള്ളത്. പിന്നെ ഇത് ശ്രദ്ധിച്ച് കേട്ടോളണം. കല്യാണ സദ്യക്ക് നമ്മൾ പുളിശ്ശേരി ഒഴിക്കുമ്പോൾ നല്ല കട്ടിക്ക് ഇങ്ങനെ എടുത്ത് ഒഴിക്കും. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾ പീസിന്റെ പകുതി സാധനം നമ്മൾ എടുത്ത് തണുക്കാൻ വെച്ചിട്ട് മിക്സിയിൽ അടിക്കണം. മിക്സിയിൽ അടിച്ചിട്ട് ഇതിനെ നല്ല ജ്യൂസ് ആക്കണം. പകുതി പോരെ. പകുതി അമ്മയ്ക്ക് എടുത്ത് ആ മിക്സിയിൽ അടിച്ചു തരാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിന്റെ പകുതി ഈ വെജിറ്റബിളിന്റെ പകുതി പീസ് നമ്മൾ മിക്സിയിൽ അടിക്കാൻ കൊടുത്തത്. അപ്പൊ നമ്മളിത് അതിനു മുമ്പേ നമ്മൾ അടിക്കാൻ കൊടുത്ത പൈനാപ്പിളും പഴമാണ് ഇത്. ഈ പൈനാപ്പിളും പഴവും കൂടെ നമുക്ക് ഇതിലിട്ട് വേവിക്കാം. ഇതാണ് ഇതിന്റെ പ്രത്യേകത. എന്താണ് മറ്റൊരാൾ നമ്മൾ സാധാരണ ചെയ്യേണ്ടതാണ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കും. നമ്മൾ ഇതിപ്പോ അങ്ങനെയല്ല വേവിക്കുന്നത്. ഇതിപ്പോ നമ്മൾ പൈനാപ്പിളും പഴവും ജാറിലടിച്ച് ആ പകുതി വെജിറ്റബിൾ പീസിൻ്റെ കൂടെ നമുക്ക് വേവിക്കാം. വേവിക്കുമ്പോൾ ആ ഒരു മണം അടിക്കുന്നുണ്ട്. അടിപൊളി ഒരു മണം വരുന്നുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് അടിച്ച പകുതി പീസ് അമ്മച്ചി അടിച്ചോണ്ട് വരെയാണ്. ഇതിൽ ഒഴിച്ചു കൊടുക്കും. താങ്ക് യു. ഇതിപ്പോ ജ്യൂസായിട്ട് അടിച്ചൊഴിച്ചത് പൈനാപ്പിള്, ഏത്തപ്പഴം, ഈ വെജിറ്റബിളിന്റെ പകുതി പീസ്. നമ്മളെ ആ വെജിറ്റബിളും ആ ഫ്രൂട്ട്സ് എല്ലാം നല്ലവണ്ണം വെന്ത് നല്ല പരുവായിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിനകത്ത് അരപ്പ് ചേർക്കാൻ. നേരത്തെ നമ്മൾ എടുത്തിരുന്ന തേങ്ങയും പിന്നെ മഞ്ഞൾ, ജീരകം, ഉലുവ അത് നേരത്തെ നമ്മൾ കാണിച്ച് അത് നമ്മൾ മിക്സിയിൽ നല്ലവണ്ണം അടിച്ച് നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒഴിക്കാം. പിന്നീട് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, എങ്കിൽ ഇതിന്റെ പരുവം പോകും. ഇത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന തേങ്ങ, മഞ്ഞൾ, ജീരകം, ഉലുവ ഇതെല്ലാം കൂടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയിൽ നല്ലവണ്ണം അരച്ചതാണ്. നമ്മൾ ഇനി ഇതിൽ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. ആവശ്യത്തിന് വെള്ളം ആ അരപ്പിൽ ചേർത്ത് നമ്മൾ ഒഴിച്ച് ഇനി പച്ചവെള്ളം ചേർത്ത് ഇതിന്റെ പരുവം പോകും. പുളിശ്ശേരി കളർ കണ്ട നമ്മളിതിൽ തിള വരാൻ പാടില്ല. എന്നാൽ തിളയ്ക്കുന്ന പരുവം ആവുകയും വേണം. കണ്ട ഇപ്പൊ തിളയ്ക്കുന്ന പരുവായി. തിള വന്നിട്ടില്ല. തിള വന്നു കഴിഞ്ഞാൽ ഇത് പുളിശ്ശേരി ഔട്ടായി. പിന്നെ പുളിശ്ശേരി ടേസ്റ്റേ പോയി. അതുകൊണ്ട് തിളയ്ക്കാൻ പാടില്ല. തിള വന്ന് നമ്മളിതെല്ലാം ഓഫ് ചെയ്ത് വെച്ച് ഇനി ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ഒഴിക്കാം. ഇപ്പൊ തിള കഴിച്ചു. അപ്പൊ ഇതാണ് തൈര്. നല്ല പുളിപ്പുള്ള തൈരാണ്. തൈര് ഒഴിച്ചോ. ആ പുളിശ്ശേരിയുടെ ഭംഗി എന്താ. ഇതിന് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം ഇളക്കുമ്പോഴത്തേക്ക് ഈ കട്ട എല്ലാം അങ്ങ് മാറും. ഇതിൽ നമ്മൾ ഇത്ര നേരം ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനിയാണ് നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് ഇതിൽ കടുവറുത്ത് ഒഴിക്കുമ്പോൾ പുളിശ്ശേരിയായി. താളിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ കൂടുതലായി പോയാൽ അതിന്റെ ഒരു ക്വാളിറ്റി അങ്ങ് പോകും. ഈ പുളിശ്ശേരിക്ക് വെളിച്ചെണ്ണ അധികം ചേരില്ല. വെളിച്ചെണ്ണ അല്ല ഒരു ഓയിലും ചേരില്ല. അപ്പൊ കുറച്ച് ഓയിൽ, നമ്മൾ കടു പൊട്ടിക്കാനുള്ള ഓയിൽ മാത്രം. ഇത്രയും പുളിശ്ശേരിക്കാണ് ഇത്രയും ഓയിൽ മതി. കടു താളിക്കാൻ വേണ്ടി മാത്രം നമുക്ക് കടുവിടാം. കടു പൊട്ടി തീർന്ന് അത് സൈലന്റായി. ഇനി നമുക്ക് അതിനകത്ത് മുളക് ചേർക്കാം. വറ്റൽ മുളകായ ശേഷം നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് അപ്പൊ കടു പൊട്ടി കറിവേപ്പില എല്ലാം നല്ല പരുവായി. ഇനി ഇതിലൊരു രഹസ്യമുണ്ട്. തീ അങ്ങ് ഓഫ് ചെയ്യണം. തീ അങ്ങ് ഓഫ് ചെയ്ത ശേഷം
ഈ പുളിശ്ശേരിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഒരല്പം കാശ്മീരി ചില്ലി കടു വറുത്തതിനകത്ത് ഇടും. അതാണ് ഇതിന്റെ ഒരു രഹസ്യം. ഇഷ്ടവളം തന്നെ നമ്മൾ അങ്ങനെ കോരി മാറ്റണം, കറക്കാൻ പാടില്ല, കോരിക്കും. ഇനിയാണ് ഈ പുളിശ്ശേരിക്ക് ആ ക്വാളിറ്റി കളർ വരുന്നത്. നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്താ സൂപ്പറായിട്ട് ആ പുളിശ്ശേരി ആയുണ്ട്. ഈ മുളക് പൊടി നമ്മൾ ഇട്ട ഉടനെ തന്നെ കോരിക്കൊള്ളണം, അല്ലെങ്കിൽ ഇത് കറുത്തു പോയാൽ പുളിശ്ശേരിയുടെ ആ ക്വാളിറ്റി അങ്ങ് പോയി. അടിപൊളി പുളിശ്ശേരി. നോക്കണം ഇതിന്റെ ആ മധുരവും പുളിപ്പിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കണം. അത് അനുസരിച്ചാണ് പഞ്ചസാര ചേർക്കാൻ. പൈനാപ്പിളിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്, എന്നാലും കുറച്ച് പഞ്ചസാര ചേർക്കുമ്പോൾ ഇതിന്റെ എഫക്റ്റ് കൂടും. പഞ്ചസാര ചേർക്കുന്ന തൈരിന്റെയും പൈനാപ്പിളിന്റെയും മധുരവും പുളിപ്പും കോമൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർക്കുന്നത്. കൂടുതൽ ചേർക്കണ്ട, നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇടേ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല കിടുക്കാച്ചി പുളിശ്ശേരിയാണ്. വന്ന് നോക്ക് എങ്ങനെയുണ്ടെന്ന്. നോക്കിയിട്ട് പറയായോ ഇല്ലെന്ന്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പുളിശ്ശേരിക്ക് നല്ല പുളിയുണ്ട്, ഉപ്പുണ്ട്, ഇച്ചിരി മധുരമുണ്ട്, ഒരല്പം ഇഞ്ചിയുടെ ഒക്കെ ഉലുവയുടെ ഒക്കെ എല്ലാ ഫ്ലേവറും വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട് പുളിശ്ശേരി, നന്നായിട്ടുണ്ട്, സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ കല്യാണ സദ്യ കൊണ്ടിട്ടേ അവസാനം പായസം എല്ലാം കുടിച്ച ശേഷം ഇതിന്റെ കുറച്ച് ചോറ് വെച്ചിട്ട് കുറച്ച് പുളിശ്ശേരി അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിന്റെ സൈഡിൽ നിന്ന് അച്ചാറ്, മാങ്ങ അച്ചാറുകൾ ഇങ്ങനെ കുഴച്ചിട്ട് കോരിങ്ങനെ ഒരു അടിയുണ്ട് ഇങ്ങനെ.